First question. According to Dash, cooperative principles are the way of organizing and conducting cooperative activities. ആരുടെ വാക്കുകളാണിത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആർ ദ വേ ഓഫ് ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ് കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ്. കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ നടത്താനുള്ള ഒരു മാർഗമാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? DG കാർവേയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മെയിനായിട്ട് 4 സ്റ്റേജിലാണ് ഡെവലപ്പ് ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷമാണ് ചോദിച്ചുള്ളത്. ഏതാണ്? 1860. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് വാസ് ലോഞ്ച്ഡ് ബൈ. ആരാണ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്? NCDC ആണ്. നെക്സ്റ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ICA. ICAയുടെ നിലവിലെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസിലാണ്. നെക്സ്റ്റ്, എക്സ്പാൻഷൻ ഓഫ് റോം. റീഡ് ഓൺലി മെമ്മറി. നെക്സ്റ്റ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ഡാഷ് ഓഫ് ദ KCS ആക്ട്. KCS ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? ഏത് സെക്ഷനാണ്? സെക്ഷൻ 28B. ദ മാക്സിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നൽകേണ്ട മാക്സിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എത്രയാണ്? 60,000 രൂപയാണ്. ആസ് പെർ സെക്ഷൻ 72, RCS വിൽ അപ്പോയിൻറ്റ്. സെക്ഷൻ 72 പ്രകാരം RCS ആരെയാണ്, രജിസ്ട്രാർ ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ലിക്വിഡേറ്ററെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദ ടേം ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ടേം എത്രയാണ്? 5 വർഷമാണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആർ ടു ബി ഫയൽഡ് ബിഫോർ. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആരുടെ മുമ്പിലാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് കേസ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മുമ്പാണ് കൊണ്ടുപോകേണ്ടത്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ രജിസ്ട്രാറുടെ മുന്നിലേക്കും, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലേക്കുമാണ് നൽകേണ്ടത്. ഫാദർ ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ഹൂ ഇൻസ്പയർഡ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ അയർലാൻഡ്. അയർലാൻഡിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആരാണ്, അല്ലെങ്കിൽ കൊണ്ടുവന്നത് ആരാണ്? ഹൊറേസ് പ്ലങ്കട്ട് ആണ്. അപ്പോൾ ഫാദർ ഓഫ് ഐറിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നതും ഹൊറേസ് പ്ലങ്കട്ട് ആണ്. വിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ഗ്രേറ്റസ്റ്റ് സക്സസ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ ഏത് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടായിട്ടുള്ളത്? ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ്. അണ്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ്, എ സിസ്റ്റം ഓഫ് ഓഡിറ്റ് ഓഫ് വിച്ച് ഈസ് മെയ്ഡ് എ കണ്ടിന്യൂസ് പ്രോസസ് ഈസ് കോൾഡ്. ഏത് ടൈപ്പ് ഓഡിറ്റിലാണ് എങ്ങനെ ഉണ്ടാകുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഓഡിറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഒരു വർഷം മൊത്തം കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത് ഏത് ടൈപ്പ് ഓഡിറ്റിലാണ്? കൺകറൻറ്റ് ഓഡിറ്റിലാണ്. ദ ഇയർ ഇൻ വിച്ച് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വേർ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്ത വർഷം ഏതാണ്? 1912. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രൊവൈഡ് ലോൺ ഓൺ. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഏത് രീതിയിലുള്ള ലോൺസാണ് പ്രൊവൈഡ് ചെയ്യുക? ലോങ് ടേം ബേസിസിലുള്ള ലോൺസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.